എന്നുവെച്ചാ എന്താണെന്ന് അറിയാതോടോ നീ അങ്ങനെ ചെയ്തത്? സത്യമായിട്ട് എനിക്ക് അറിയില്ല. നീ എന്താ പറയുന്നത്? നീ ഞങ്ങളുടെ ഹാപ്പിയെ ലവ് ചെയ്യുന്നില്ലേ? ഓ അതോ അബിയുടെ പണിയാണല്ലേ. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യയിലുള്ള എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഐ ലവ് ഇന്ത്യ ഓൺലി, നോട്ട് ഹാപ്പി. റാം, ഈ മാസം 19-ാം തീയതി മുതൽ നിങ്ങൾ സന്യാസം സ്വീകരിക്കാൻ ഞങ്ങൾ എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. വളരെ സന്തോഷം. ബേബി സന്യാസം എന്നൊക്കെ പറയുന്നു. വളരെ നല്ല പയ്യനാച്ചാ. നീ ഒന്ന് മിണ്ടായിരി. നിങ്ങളുടെ മകൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെന്റെ മോളല്ല. അതെ അച്ഛാ. നീ ഒന്ന് മിണ്ടായിരിക്കേ. സത്യത്തില് സന്യാസിയാവോ? കമ്മിയ കല്യാണം കഴിക്കാത്തോണ്ടാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യ തന്നെ കണ്ടുപിടിച്ചത്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാ പോകുന്നേ, എപ്പോഴാ തിരിച്ചു വരുന്നേ, രാത്രി ഞാൻ എന്താ ഉണ്ടാക്കി വെക്കണ്ടേ എന്ന് 1000 ചോദ്യങ്ങൾ ചോദിക്കും. സഹിക്കാൻ പറ്റാതെ വാസ്കോ ഡ ഗാമ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കും. ഹി വുഡ് നോട്ട് ഹാവ് ക്രിയേറ്റഡ് ഹിസ്റ്ററി. ഇത് സത്യമായിരിക്കാം, പക്ഷേ എന്റെ ഹാപ്പി കള്ളം പറയില്ല. ഈവനിൽ എന്തോ വ്യത്യസ്തമായിട്ടുണ്ട്. അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരാളെ സംശയിക്കുന്നു. ബുദ്ധിയില്ല നിനക്ക്. ഇവിടെ ഇറങ്ങി ഹാപ്പി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവന്റെ ദൃഷ്ടിയിൽ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാ. ചെറിയച്ച, രാം ഏകപത്നി വ്രതമാണെന്ന് പറഞ്ഞാ പോലും ഞാൻ വിശ്വസിക്കും. പക്ഷെ അവനുണ്ടല്ലോ മഹാ തെണ്ടിയാ. ഹാപ്പി ഹായ്. പല ഹോട്ടൽസിലെ ടാരിഫ് ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ നോക്കിയോടെ. എടാടാ, ഇന്നലെ സന്യാസം എന്ന് പറഞ്ഞു. അല്ല, താൻ ആരാടോ ആദ്യമായിട്ട് തന്നെ കാണുന്നത്? എന്ത് ആദ്യമായിട്ടോ? ആ ഞാൻ പറഞ്ഞതല്ലേ ചെറിയച്ച, ഹീസ് ടു ഡേഞ്ചറസ്. അവനേക്കാളും വലിയ ഡേഞ്ചർ ആ മോളെ ഞാൻ. ഹാപ്പി നിക്ക്. ഞാൻ ഒരുത്ത ഇവിടെ നിക്കുന്നില്ലേ? എടാ, ഞാൻ ടീഷർട്ട് ഇരിക്കുന്ന ടിഫൻ ബോക്സ് ബോംബ് പോലുള്ള ആളാ. എടാ, എനിക്ക് ദേഷ്യം വന്ന എന്നെ കൺട്രോൾ ചെയ്യാൻ 6 രാജ്യത്തെ ആർമികൾ വേണ്ടി വരും. മർഡർ ചെയ്യുന്നത് മാഗി നൂഡിൽസ് കഴിക്കുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യം എനിക്ക്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടോ? 6 പാക്സ് ഞാൻ 6th സ്റ്റാൻഡേർഡിൽ വെച്ചതാടാ. ഇപ്പൊ ഇല്ല. പുറകിലൂടെ വന്ന പോട്ടെന്ന് വിട്ടാളയും. പക്ഷെ കണ്ണുപെട്ട മോനെ കടിച്ച് കൊല്ലും ഞാൻ. മനസ്സിലായോ? പ്ലീസ്. അതെ, ഇങ്ങനെ വേണം പേടി മെയിൻറ്റെയിൻ ചെയ്യാൻ. മെയിൻ്റെനൻസ് ചാർജ് ഒന്നും ആവില്ലല്ലോ സർ. ഒരു ഡീല് പറയാം, റെഡിയാണോ സർ? അത് സാറുണ്ടല്ലോ ഹാപ്പിന്റെ അടുത്ത് പോവാന്ന് സമ്മതിക്കുന്നത് വരയ്ക്കും ഞാൻ അടുത്ത് പോലും പോവില്ല. ഞാൻ വാ തുറന്ന അങ്ങനെ പറയോടാ നിന്നോട്. ഈ ഡീൽ എനിക്ക് ഓക്കെയാ. എനിക്ക് ഓക്കെയാ. ഈ സിറ്റി എന്റെ ഫോറസ്റ്റ് ആണ്. ഇവിടെ ഞാനാണ് രാജാവ്. ഈ സിറ്റി എല്ലാം ഫോറസ്റ്റ്, ഞാനാണ് അതിന്റെ രാജാവെന്നാ വിചാരിച്ചേ. ഇപ്പൊ ഇരിക്കാൻ ഇടമില്ലാണ്ട് ഫോറസ്റ്റിൽ വന്ന് വീണിരിക്കുക. അവരൊക്കെ ചേർന്ന് തന്നെ എന്റെ സിറ്റിന്ന് പുറത്താക്കിയിരിക്കുക. Don't cry, darling. ഈയിടെയായിട്ട് ഒരു നല്ല പയ്യനെ സിറ്റിന്ന് പുറത്താക്കിയിരിക്കുക ചേട്ടാ. ഇന്ത്യയിലുള്ള വൈൽഡ് അനിമൽസിലെ പോലുള്ള റൗഡികളൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാ ഞങ്ങളോടെല്ലാം വരാൻ പറഞ്ഞേ? കുടിച്ചിട്ട് നാട്ടിന്റെ കൊടി ഉയർത്താനോടാ. അവൻ ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉയർത്തിയ പതാകയുടെ വീഡിയോ അവൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുക. എനിക്കും എന്റെ 3 തലമുറയ്ക്ക് അവൻ ആപ്പ് വെച്ചത്. അവൻ എന്നെ നഗരത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് അസംബ്ലി മിസ്സായിരിക്കുക. ഇപ്പൊ ഇവനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെ ആരോ ഇതുപോലത്തെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ വൈറലാക്കിയിട്ടുണ്ട്. അവനെ കൊന്നാൽ MLA ആക്കാം, അവനെ MP ആക്കാം, മിനിസ്റ്റർ വരെ ആക്കാം. ഓപ്പൺ ദ സീൻ. പ്രഭാസ് എന്ന് പറയുന്ന ഞാൻ ഈ നാടിന്റെ ആഭ്യന്തരമന്ത്രിയായി, വെങ്കട്ട് എന്ന ഞാൻ തൊഴിൽ വ്യാപാരി മന്ത്രിയായി, കാർഷിക മന്ത്രിയായ ഞാൻ വാക്ക് നൽകുകയാണ്. ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് സ്ഥാനമേൽക്കുകയാണ്. അവനെ കൊന്നിട്ട് വരും ഞാൻ. സിംഹത്തിന് ദേഷ്യം വന്നിരിക്കുകയാണ്. ആ മാനിനെ വേട്ടയാടി ഇവിടെ കൊണ്ടുപോവാ. ഓടിച്ചോടിച്ചെനിക്ക് കൊല്ലണം. വാർത്ത പറയുന്നത് ശാന്തി സ്വരൂപ്. വാർത്ത കേൾക്കുന്നത് നിങ്ങളുടെ ഹേമ. ഇന്നത്തെ വാർത്തയിലെ പ്രധാന കാര്യം, ഹേമ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ, അതായത് പ്രേമ, അഭി എന്ന ചെറുക്കന്റെ കൂടെ ഇന്ന് കളിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു.
എന്റെ വൈഫിനോട് എന്നെ കളിക്കാൻ പോവാണോടാ നീ? വേറെ വേറെ എന്ത് വേണം? മതി ഇതു മതി. വേറെ വേറെ എന്ത് വേണം പറയൂ. ഒരു ഉഷ തയ്യൽ മിഷൻ, ഒരു അച്ചാർ ബോട്ടിൽ, ഒരു വെള്ളിച്ചെമ്പ്, ഒരു പിത്തള ചെമ്പ്, ഒരു സ്വർണത്തിന്റെ അരഞ്ഞാണം, ഒരു കയറ് കെട്ടില്, പിന്നെ ഒരു കെട്ട് ബീഡി. എന്താണ് ഇവന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അനിയൻ സ്മിതാസിൽ 90% ഡിസ്കൗണ്ട് വാങ്ങി തരാന്ന് പറഞ്ഞു. ദേവകി, ഓഫറിന് വേണ്ടി ഭർത്താവിനെ തന്നെ മാറ്റോ നീ? ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാ അച്ഛാ. എടാ, എന്റെ ഭാര്യ എന്തിനാടാ പിടിച്ചു വലിച്ചേ? ഞാൻ നല്ലോണം ആലോചിച്ച് നോക്കി മാംസ്. അതായത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ചെറിയച്ഛൻ, വലിയച്ഛൻ, ബോയ് ഫ്രണ്ട്, ആധാർ കാർഡിലുള്ള എല്ലാ ആൾക്കാരും ഇടയ്ക്ക് കയറി വന്ന് നിൽക്കും. ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് ആന്റിയെ കറക്റ്റ് ചെയ്താണ്ടല്ലോ അവര് ഹസ്ബൻഡിനെ തള്ളി വിട്ടേക്ക് നമ്മുടെ ലൈന് ക്ലിയർ ആയിക്കോളൂ. എന്താ പറയുന്നത്? നല്ല ഐഡിയ അല്ലേ? വനിതാ ബുക്കിന്റെ മേലെ സത്യം ചെയ്ത് പറയുകയാണ്, എല്ലാ പയ്യന്മാരുടെ ജീവിതത്തിൽ ഒരു ആന്റി ഉണ്ടാകും. ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, ആന്റി ഉണ്ടാകും. ആന്റി ലോണ്ടറി, ആന്റി കറീസ്, ആന്റി ഫാൻസി ഷോപ്പ്, ആന്റി ജനറൽ സ്റ്റോർസ്, ആന്റി സ്വീറ്റ് ഷോപ്സ്. അതെടാ. അതിനുശേഷം ആ എന്തിനാണെന്ന് അറിയോ? ആ എന്ന് വെച്ചാൽ അമ്മ, ആ എന്ന് വെച്ചാൽ ആന്റി. അമ്മ ചിലതേ പഠിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ ആന്റി എല്ലാം പഠിപ്പിച്ചു തരും. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഈ എഴുതുന്ന ആൾക്കാരൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. ആന്റികളെ മറന്നിരിക്കുന്നു. ഇന്നത്തെ ഫിഗറാണ് നാളത്തെ ആന്റി. ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കേണ്ട ആന്റികളൊക്കെ അടുക്കളയില് വെറും പാചകം ചെയ്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നു. നിങ്ങൾ കാരണമാണ് ഇതൊക്കെ. ഞാനോ? ആ, മോനെ, ഓൾ ഇന്ത്യ ആന്റികളുടെ പ്രതിനിധിയായി ഞാൻ പറയുകയാണ്, നിന്റെ കല്യാണം ഞാൻ നടത്തിത്തരാം. താങ്ക് യു ആന്റി. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. അമ്മമാരായ ആന്റികളെ, നിങ്ങൾക്കെല്ലാം നമസ്കാരം. നിങ്ങളെങ്കിലും പറയൂ, അവനോട് എന്റെ ഭാര്യ ഒന്ന് വിട്ടേക്കാൻ പറയൂ. ഈ അടുത്ത കാലത്താ 3 സ്വത്ത് അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത്. പ്ലീസ് ഞങ്ങൾ പ്ലീസ്. സമ്മതിക്കില്ല. അവരുടെ കല്യാണം നടത്തിയേ തീരൂ. അഭി, ഞാൻ വണങ്ങാം മോനെ. നിന്റെ സ്കീം എനിക്ക് മനസ്സിലായി. ആന്റികളുടെ മുഴുവൻ സപ്പോർട്ടും നീ മേടിച്ചു. ഇപ്പോഴും സമയമുണ്ടടാ. എന്റെ ഭാര്യ എങ്ങ് വിട്ടു തന്നിട്ട് ഹാപ്പി ആയിട്ട് ആ ഹാപ്പി അവളച്ചോ. അല്ല, ഈ ഗ്യാപ്പിൽ നീ ഷോപ്പിംഗ് ചെയ്തോ? ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം. നീ വാ മോളെ. ഓൾ ദി ബെസ്റ്റ്. Really? Okay, bye. ഹായ് ഹാപ്പി. I'm one hour Mother Teresa. Just 1 hour love ചെയ്യാം. ഓ, 1 hour സ്നേഹിച്ചാൽ നിനക്ക് എങ്ങനെ എന്റെ സ്നേഹം മനസ്സിലാവുക? 1 month ട്രാവൽ ചെയ്യും. ഇഷ്ടമാണെങ്കിൽ സ്നേഹിക്ക്, ഇല്ലെങ്കിൽ കട്ട് ചെയ്യ്. ആലോചിക്കട്ടെ, ടച്ചിലുണ്ടാവണേ. ഓഹോ, Let's go.